ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അതായത് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര. ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കാണ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര വരുന്നത്. അതായത് എയർ ഇന്ത്യയുടെ A320 നിയോ എയർ ബസ്സാണ് നമ്മളെ എയർക്രാഫ്റ്റ് വരുന്നത്. ഏകദേശം 2 മണിക്കൂർ 55 മിനിറ്റാണ് നമുക്ക് ഫ്ലൈയിങ് ടൈം വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് എയർപോർട്ടിൻ്റെ ഉള്ളിലൊരു ഫസ്റ്റ് വ്യൂ. ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ച. നമ്മൾ എൻട്രൻസിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബോർഡിങ്ങും കാര്യങ്ങളും ബാക്കിയൊക്കെ ലഗേജൊക്കെ നോക്കണം. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ചെക്കിങ് ചെയ്തു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെന്താണ് ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ലഗേജ് കയറ്റി വിട്ടിട്ടാണ് ചെക്കിങ്ങിൻ്റെ അവിടെ ഉള്ളത്. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റി വിട്ടു. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ ഷൂ അടക്കം സെക്യൂരിറ്റിക്കാർക്ക് ഊരി വെച്ചു. ഷൂ ഊരണം പറഞ്ഞു, ഇല്ലാണ്ട് നമ്മളെ കയറ്റി വിടുകയായിരുന്നു. അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബോർഡിംഗ് പാസ് കിട്ടി, നമ്മൾ ഉള്ളിൽ കയറി. സെക്യൂരിറ്റിക്കാർക്ക് നമ്മളെ പറ്റാത്തത് കൊണ്ട് എന്തായി, ബെൽറ്റ് മുതൽ ഷൂ വരെ നമ്മളെ കൊണ്ടയപ്പിച്ചു. അപ്പുറത്തുള്ളവർക്കൊന്നും ഷൂ കഴിക്കണ്ട, നമ്മളെ ഷൂ കഴിക്കണം എന്നാണ് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു. നമ്മളെ ലോഞ്ചിലൊന്ന് പോയോട്ടെ, ലോഞ്ചിൻ്റെ അവസ്ഥ ഉണ്ടാവും. എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഓരോ കഫേകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇവിടെ നിന്നും കയറില്ല, നമ്മൾ നേരെ പോകുന്നത് ലോഞ്ചിലേക്കാണ്. നമുക്ക് ലോഞ്ച് ആക്സസ് ഉള്ള ഒരുപാട് ക്രെഡിറ്റ് കാർഡുകൾ നമ്മുടെ കയ്യിലുണ്ടാവുകൊണ്ട് നമ്മൾ ലോഞ്ച് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മളെ കാർഡ് എലിജിബിലിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം അവർ. അങ്ങനെ നമുക്ക് അപ്രൂവ് കിട്ടിയേക്കാണ്. 2 രൂപയ്ക്ക് എയർപോർട്ട് ലോഞ്ച്. വെറും 2 രൂപയ്ക്ക് നമുക്ക് എന്താണ് എയർപോർട്ട് ലോഞ്ചിൽ നിന്ന് എന്ത് വേണേലും കഴിക്കാം. ഈ കാണുന്ന ഐറ്റംസിൽ നമുക്ക് എന്ത് വേണേലും കഴിക്കാം. നമ്മൾ ക്രെഡിറ്റ് കാർഡിലോ ഡെബിറ്റ് കാർഡിലോ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉള്ള കാർഡാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്താണ് 2 രൂപയ്ക്ക് കിട്ടും. വെറും 2 രൂപയ്ക്ക് ഇത്രയും ഐറ്റംസ് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത് പറ്റും. അത് ഇത്ര മാത്രമല്ല, അൺലിമിറ്റഡ്, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഇതിന് പുറമെ നമുക്ക് ഇവിടെ ബീവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതടക്കം 2 രൂപയ്ക്ക് നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. ഇതടക്കം ഫ്രീ ആണ്. 2 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഏത് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ലോഞ്ചിലിരുന്ന് ഫുഡ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ ലോഞ്ചിലും കാര്യങ്ങളിലൊക്കെ കയറി ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു. അടിപൊളിയായി, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നമ്മൾ യൂട്യൂബിലും റീൽസിലൊക്കെ അങ്ങനെ കാണാമെന്നല്ലാണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് വേറെ അനുഭവം തന്നെയാണ്. അങ്ങനെ നമ്മളെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഗേറ്റിലോട്ട് പോകാം. നമ്മൾ ഗേറ്റ് പറഞ്ഞ് 32B ആണ്. നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. എൻട്രി ചെയ്യണം നമ്മൾ. അങ്ങനെ സ്കാനിങ് കാര്യങ്ങളും കഴിഞ്ഞു. നമ്മളെ ഗേറ്റ് ഓപ്പണായി. ഗേറ്റിലോട്ട് പോവുകയാണ് ഇനി. ഇതാണ് നമ്മളെ ക്യാപ്റ്റൻ പൈലറ്റ്, हमारा गाड़ी का पायलट है. ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഫൈനലി നമ്മൾ കാത്തിരുന്ന മൊമെന്റ്, ഫ്ലൈറ്റിലേക്ക് കയറുന്ന നമ്മളെ എൻട്രി. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളെ കാത്തിരുന്ന മൊമെന്റ്, ഫ്ലൈറ്റിലേക്ക് കയറുന്ന എൻട്രി. ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. ഈ കാണാണ് നമ്മളെ സീറ്റ് വരുന്നത്. വിൻഡോ സീറ്റ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. നമ്മളെ ഫസ്റ്റ് ഫ്ലൈറ്റ് നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രിഫറൻസും കാര്യങ്ങളൊന്നും കൊടുത്തൊന്നും ചെയ്തില്ല. നമുക്ക് എന്താണ് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് എയർ ഇന്ത്യയുടെ ഒരു വോമിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബാഗാണ്. പിന്നെ ഇൻസ്ട്രക്ഷൻ്റെയും കാര്യങ്ങളൊക്കെ ഒരു
കാറ്റലോഗ് സേഫ്റ്റിയുടെയും കാര്യങ്ങളൊക്കെ. Welcome you on board. As of now, ready for departure. Just waiting for ATC instructions for pushback and engine startup clearance. After taking off from Delhi, flying time to Bengaluru would be 2 hours 20 minutes. And route weather is good. We'll get back to you once you're closer to Bengaluru with the arrival information. In the meantime, we invite you to enjoy the new feeling of flying with Air India. Have a nice day. कैबिन में हवा का दबाव कम होने पर ऊपर बने पैनल से ऑक्सीजन मास्क अपने आप नीचे आ जाएंगे। ऑक्सीजन मास्क को अपनी ओर खींचे, नाक और मुंह पर लगाएं और सामान्य रूप से നമ്മൾ ഫ്ലൈറ്റ് എടുത്തിരിക്കുകയാണ്, ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഇപ്പോൾ റൺവേയിലൂടെ നല്ല പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എയർ ഹോസ്റ്റസ് വന്നിട്ട് ഒരു ടിഷ്യൂ, ഒരു യോഗട്ട്, ബ്ലൂബെറിയുടെ ഫ്ലേവറിലൊരു യോഗട്ട്, അതുപോലെ ഒരു ബണ്ണ്, ഒരു ബട്ടർ, ഒരു ബോട്ടിൽ വെള്ളം, ഒരു കാർഡ്. നമുക്ക് ഇതിനകത്ത് എന്താ നോക്കാം. ഇതിനകത്ത് വരുന്നത് ഓംപ്ലേറ്റ്, ഗ്രീൻ പീസിൻ്റെ മസാല, ഒരു കിഴങ്ങ, കാണുന്ന പോലെ വലിയ കുഴപ്പമില്ല. സത്യസന്ധമായ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കാണാൻ കൊള്ളാം, കഴിക്കാൻ ഒട്ടും കൊള്ളുന്നില്ല, വലിയ ഗുണമല്ലാന്നൊരു പറയുന്നത്. എന്തായാലും ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് അടുത്ത വേറെ എന്തെങ്കിലും നോക്കാം. അങ്ങനെ നമ്മളെ എയർ ഇന്ത്യയുടെ ബ്രെഡ് ഓംലേറ്റ് ഞാനിപ്പോൾ പാളിയിട്ടാണ്. എനിക്കൊട്ടും തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നല്ല ബ്രദറിന് ആർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാണാൻ നല്ല രസമൊന്നും എന്താണ് കഴിക്കാനില്ല. അപ്പോൾ നമ്മളെന്താണ് ബണ്ണുണ്ട്, ബണ്ണ് കഴിച്ചത് അതെങ്ങനെയാണെന്നുള്ളത് നമ്മളെന്താണ് ബട്ടർ കൂട്ടിയിട്ട് ഇത് കഴിച്ചത് അതെങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം.
കുഴപ്പമില്ല, നമ്മളിപ്പോൾ കഴിക്കുന്നതാകൊണ്ട് കുഴപ്പമില്ല. ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഏകദേശം 2 മണിക്കൂർ 55 മിനിറ്റ് എത്തേണ്ട ജേർണി നമ്മൾ ഏകദേശം 2 മണിക്കൂർ 20 മിനിറ്റ് എത്തിച്ചേർന്നിട്ടാണ്. നമ്മളെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ളൊരു കാഴ്ചയാണിത്. നല്ല അടിപൊളിയൊരു വ്യൂ, നല്ലൊരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് സോ ഗുഡ്. കൊള്ളാം. ഇന്ത്യയിലെ ഫുഡ് മാത്രം എനിക്ക് അത്ര പറ്റിയില്ല. ഒരു നോൺ വെജ് ഫുഡ് കാര്യങ്ങളൊക്കെ ബ്രേക്കും വേറെ 1-2 ഐറ്റംസും കൂടെ തന്നു, അത് പറ്റിയില്ല. നമ്മളെ ബണ്ണും നമ്മുടെ യോഗട്ട് ഉണ്ടാകുകൊണ്ട് അത് കുഴപ്പമില്ല. ബാക്കിയുള്ള സർവീസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്.